ദൈവത്തിന് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, യോനായുടെ പുസ്തകത്തിൽ 2-ാം അധ്യായം 1-ാം വചനം പറയുന്നു, എൻ്റെ കഷ്ടതയിൽ ഞാൻ അവിടുത്തെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ടു. പ്രബോധനാത്മകമായ നല്ല ഒരു പുസ്തകമാണ് യോനായുടെ പുസ്തകം. 4 അധ്യായമുള്ള ഒരു ചെറിയ പുസ്തകമാണിത്. യോന എന്ന് പറയുന്ന ഈ കഥാപാത്രത്തോട് യാഹ്വേ ആവശ്യപ്പെടുകയാണ്, നീ നിനിവയിലേക്ക് പോവുക, അവിടെ ആ ജനത്തിന് മാനസാന്തരത്തിനായി ദൈവവചനം പ്രസംഗിക്കുക. ദൈവം ആവശ്യപ്പെട്ടതനുസരിച്ച് പോകാതെ താർഷൂസിലേക്ക് കപ്പൽ കയറുന്ന യോനായെയാണ് നമ്മൾ കാണുക. അങ്ങനെ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ വലിയ തിരമാലകൾ ഉയർന്ന് ആ കപ്പലിൽ നിന്ന് ഈ നിനിവയെടുത്ത് ആ കപ്പലിൽ ഉണ്ടായിരുന്നവർ കടലിലേക്ക് എറിയുകയാണ്. അങ്ങനെ കടലിൻ്റെ അടിത്തട്ടിലേക്ക് പോകുന്ന അവസരത്തിൽ വലിയൊരു തിമിംഗലം വന്ന് യോനായെ തിന്നുകയാണ്, പിടിച്ച് ഭക്ഷിക്കുകയാണ്. തദവസരത്തിൽ തിമിംഗലത്തിൻ്റെ വയറിൽ ഇരുന്നു കൊണ്ട്, വയറ്റിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, എൻ്റെ കഷ്ടതയിൽ ഞാൻ അവിടുത്തെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ടു. വളരെയധികം കഷ്ടതകളും ദുഃഖങ്ങളും കടബാധ്യതകളും നിരാശകളുമായി വരുന്നവരോട് ഞാൻ പറയുന്ന ഒരു വചനമാണ്, എൻ്റെ കഷ്ടതയിൽ ഞാൻ അവിടുത്തെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ടു. കഷ്ടതയിലാണ് ദൈവത്തിലേക്ക് തിരിയുന്നതെങ്കിലും ആ നിമിഷം ദൈവം നമ്മളെ തിരിഞ്ഞു നോക്കുന്നു, രക്ഷിക്കുന്നു. അതാണ് നിനിവയിലേക്ക് പോയ യോനായോട് ദൈവം പറയുന്നത്. ആ സന്ദേശം വളരെ ശക്തമായ സന്ദേശമാണ്. സങ്കീർത്തനം 46:1 പറയുന്നു, ദൈവമാണു നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിലെ സുനിശ്ചിതമായ തുണയുമാണ്. ഭൂമി കുലുങ്ങിയാലും പർവ്വതങ്ങൾ അടർന്ന് കടലിൽ പതിച്ചാലും ഞാൻ ഭയപ്പെടുകയില്ല. രക്ഷ തങ്ങളുടെ മാത്രം അവകാശമാണെന്ന് ധരിച്ചിരുന്ന ഇസ്രായേലിൻ്റെ ഇടുങ്ങിയ ചിന്തകൾക്കുള്ള മറുപടിയാണ് യോനായിലെ ഈ ഗ്രന്ഥത്തിൽ കാണുന്നത്. ദൈവത്തിൻ്റെ കാരുണ്യത്തിന് അതിരില്ല. നിങ്ങൾ ഒരുപക്ഷെ ഹിന്ദുവായിരിക്കാം, മുസ്ലിമായിരിക്കാം, ബുദ്ധമത സന്യാസിയായിരിക്കാം, ബുദ്ധമതത്തിൽപ്പെട്ടവരായിരിക്കാം. ദൈവത്തിൻ്റെ കാരുണ്യം എല്ലാവർക്കും ഉള്ളതാണ്. ഭയപ്പെടേണ്ട എന്നുള്ള സന്ദേശമാണ് തരുന്നത്. ദൈവത്തിൻ്റെ സന്ദേശം ലഭിച്ച പ്രവാചകൻ അതിനു വഴങ്ങാതെ ഒളിച്ചോടാൻ നടത്തുന്ന വിപുല ശ്രമങ്ങളാണ് ആദ്യ ഭാഗത്ത്. കർത്താവ് വീണ്ടും ആവശ്യപ്പെട്ടതനുസരിച്ച് യോന നിനിവയിലെത്തി പ്രസംഗിക്കുന്നു. ആ ജനം മുഴുവനും ചാക്കൊടുത്ത് ചാരം പൂശി ദൈവത്തിലേക്ക് തിരിഞ്ഞു വരുന്നു. അതിൻ്റെ ഫലമായിട്ട് ദൈവം ശിക്ഷ വേണ്ടെന്ന് നിശ്ചയിക്കുന്നു. അതിൽ നീരസം തോന്നിയ പ്രവാചകനെ കർത്താവ് ഒരു പാഠം പഠിപ്പിക്കുന്നതായി അവസാന ഭാഗത്ത് കാണുന്നു. ദൈവത്തിൽ നിന്നും ഒളിച്ചോടുന്നവരെ ദൈവം നിങ്ങളുടെ പുറകെയുണ്ട്. ദൈവം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ രക്ഷിച്ചിരിക്കും. എത്ര ഓടിയാലും നിങ്ങൾ തളരുകയില്ല. അവിടുത്തെ കരങ്ങളിൽ നിങ്ങൾ സുരക്ഷിതരാണ്. ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നിങ്ങളെ പിന്തുടരും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. സഹായകനായ പരിശുദ്ധാത്മാവിനെ നിങ്ങളിലേക്ക് ഞാൻ അയക്കും. വീണ്ടും നിങ്ങൾ ശക്തി പ്രാപിച്ച് കർത്താവിൻ്റെ ജോലികളിൽ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുന്നതിൽ നിങ്ങൾക്ക് മോചനം ലഭിക്കും. ഈ വചനം കേൾക്കുന്ന ആരെയൊക്കെയോ രോഗങ്ങളിൽ നിന്ന്, തകർച്ചകളിൽ നിന്ന് ദൈവം രക്ഷിക്കുന്നു. യോനയുടെ പുസ്തകം പല പ്രാവശ്യം നിങ്ങൾ വായിക്കണം. ഇത് കേൾക്കുകയും കാണുകയും ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. സണ്ണി പുൽപ്പറമ്പിൽ CMI.